23-ാം തീയതി തിയേറ്ററിലെത്തിയ മമ്മൂക്ക മൂവി ഡൊമിനിക് മോശമല്ലാത്ത റിവ്യൂം കാര്യങ്ങളെല്ലാം പ്രേക്ഷകരിൽ നിന്നും സ്വന്തമാക്കിയ സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചേക്കേറുമെന്ന് വ്യക്തമായതോടുകൂടെ ഇതാ വലിയൊരു അപ്ഡേറ്റ് ആണ് ചിത്രത്തെക്കുറിച്ചും അതുപോലെ മമ്മൂട്ടി കമ്പനിയെക്കുറിച്ചും വന്നിരിക്കുന്നത്. അതിലേക്ക് വരാൻ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോവിഡിന് ശേഷം തിയേറ്ററിലെത്തുന്ന മമ്മൂക്ക സിനിമകൾ അങ്ങനെ വലിയ പരാജയം ഏറ്റുവാങ്ങുന്ന സിനിമകൾ ഉണ്ടായിട്ടില്ല. മമ്മൂക്കയുടെ കൊറോണയ്ക്ക് ശേഷം ഒരൊറ്റ സിനിമയാണ് തിയേറ്ററിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. അത് ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമ, ഉദയ് കൃഷ്ണ തിരക്കഥ എഴുതിയ സിനിമ. റിലീസിന്റെ മുന്നേ തന്നെ നല്ല രീതിയിലുള്ള ട്രോളും കാര്യങ്ങളെല്ലാം ആ ഒരു സംവിധായകനും ആ ഒരു തിരക്കഥാകൃത്തിനും ഉണ്ടായിരുന്നു. ആ ഒരു സിനിമ മാറ്റി നിർത്തപ്പെട്ടാൽ ബാക്കിയുള്ള സിനിമയെല്ലാം തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ സേഫ് ആവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ദ പ്രീസ്റ്റ്, വണ്ണ്, ഭീഷ്മപർവം, റോഷാക്ക്, കണ്ണൂർ സ്കോഡ്, നൻപകൽ നേരത്ത് മയക്കം, കാതൽ ദി കോറ്, ടർബോ, ഭ്രമയുഗം, അബ്രഹാം ഓസ്ലർ, ഇപ്പോൾ ദ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നീ സിനിമയും തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ സേഫ് ആവുമെന്നുള്ള റിപ്പോർട്ട് വന്നതോടുകൂടെയാണ് ഇത്തരം ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത്. ഈ പറഞ്ഞ സിനിമകളിൽ കാതൽ ദി കോറും അതുപോലെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന മൂവിയും പക്ക ഓഫ് ബീറ്റ് മൂവികളായിരുന്നു. ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ ഒട്ടനവധി സിനിമകളാണ് സ്ലോ പേസിൽ കഥ പറയുന്ന മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ. അതുവരെയാണ് തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നത്. മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും ബുക്ക് മൈ ഷോ ആപ്പിൽ ഡൊമിനിക്കിന് നല്ല ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കണ്ടതോടുകൂടെ ഇപ്പോൾ ഇത് വലിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. മമ്മൂട്ടി കമ്പനിയിൽ തിയേറ്ററിലെത്തിയ 5 സിനിമകളും തിയേറ്ററിൽ വിജയം കൈവരിച്ചു. 6ാം സിനിമയായ ഡൊമിനിക്കിന് നല്ലൊരു പ്രൊമോഷൻ പോലും മമ്മൂട്ടി കമ്പനി നൽകിയില്ല. എന്നിട്ടും തിയേറ്ററിൽ സേഫ് ആവുന്ന കാഴ്ച. മമ്മൂട്ടി കമ്പനിയിൽ ഒരു സിനിമ ഇനി തിയേറ്ററിൽ വരുന്ന സമയത്ത് പ്രൊമോഷന്റെ ആവശ്യമില്ല എന്നും കൂടെ പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു. മമ്മൂട്ടി കമ്പനി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മിനിമം ക്വാളിറ്റിയുള്ള സിനിമകൾ ചെയ്യുന്ന ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ ടീമായിട്ട് മാറിക്കഴിഞ്ഞു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.